ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു പൊടികളുടെയൊക്കെ ഒരു മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിനി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കുറച്ച് ബീഫിൻ്റെ കൂട്ടത്തിൽ മസാലയൊക്കെ ചേർത്താണ്, അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പൊടികൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൊടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ബീഫൊക്കെ നേരത്തെ വെന്തിരിക്കുകയാണ്, അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആ ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ബീഫ് വേവിച്ചത് കൊണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളവും ഈ ബീഫും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടതിന് ശേഷം നമുക്ക് ഈ അരപ്പൊക്കെ ഇതിൽ ബീഫിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിക്കണം. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചാറൊക്കെ ഇത്രയും മതിയെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ഒന്ന് കുറുകി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല. ഒരു 2-3 മിനിറ്റ് കൂടി വെച്ച് ഇത് കുറച്ചുകൂടി ഒന്ന് വരട്ടിയ രീതിയിലൊന്ന് ആക്കിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചാറ് മതിയെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്